ബാറ്റിംഗ് നിര മോശമല്ലാത്ത പ്രകടനം പുറത്തെടുക്കുമ്പോൾ തന്നെ ഫീൽഡിങ്ങിലാണ് ചെന്നൈക്ക് അടി പതറുന്നത്. ബൗളിംഗ് റൊട്ടേഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഋതുരാജ് ഗെയ്ക്വാദ് ഒറ്റയ്ക്കാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇത് കളത്തിലും പ്രകടമായതോടുകൂടിയാണ് ആരാധകർ രോഷവുമായി എത്തുന്നത്. ഋതുരാജിനെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ആരാധകർ ഉന്നയിക്കുന്നത്. ഋതുരാജിനെ വ്യക്തിപരമായി പോലും കടന്നാക്രമിക്കുകയാണ് ഇവർ. ഇതിന്റെ ഭാഗമായി സ്വന്തം ഇൻസ്റ്റഗ്രാം പോസ്റ്റിന്റെ കമന്റ് വരെ ഋതുരാജിന് ഇപ്പോൾ ഓഫ് ആക്കേണ്ടി വന്നിരിക്കുകയാണ്. പഞ്ചാബിനെതിരെ ബോളർമാരെ ഉപയോഗിച്ചതിലും ഫീൽഡിംഗ് വിന്യാസത്തിലും പിഴവുകൾ സംഭവിച്ചുവെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത്. കൃത്യമായ ബോളിംഗ് പ്ലാൻ ഒരുക്കാനൊന്നും ഋതുരാജിന് സാധിക്കുന്നില്ല. 14.2 കോടി രൂപയ്ക്ക് ടീമിലെത്തിച്ച പ്രശാന്ത് വീറിന് എന്തുകൊണ്ടാണ് ബോളിംഗിൽ അവസരം നൽകാത്തത് എന്നാണ് ആരാധകരുടെ ചോദ്യം. സ്പിൻ ഓൾറൗണ്ടർ എന്ന നിലയിൽ ഇമ്പാക്ട് സൃഷ്ടിക്കാൻ ശേഷിയുള്ളയാളായിട്ടും പ്രശാന്തിന് അവസരം നൽകിയില്ല. തേർഡ് മാനിൽ ഫീൽഡറെ വിന്യസിക്കാതെ പല ഓവറുകളിലും സ്ലിപ്പ് ഫീൽഡറെ കൊണ്ടുവന്ന ഋതുരാജിന്റെ തീരുമാനം അൻപെ പാളിയിരുന്നു. ഇതോടെ 200-ന് മുകളിലെ വിജയലക്ഷ്യം അനായാസമായി പിന്തുടരാനും പഞ്ചാബിന് സാധിച്ചു. മാത്രമല്ല, തോൽവിക്ക് കാരണം സ്പിന്നർമാരുടെ മോശം പ്രകടനമാണെന്നാണ് മത്സരശേഷം ഋതുരാജ് പറഞ്ഞത്. ഇത് വലിയ ചർച്ചകൾക്കും ഇടയാക്കി. ഇതിൽ ബോളിംഗ് യൂണിറ്റിന് കടുത്ത അമർശമുണ്ടെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ ഇതാ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ടീമിന്റെ പ്ലേയിങ് 11 കൂട്ടുകെട്ടത്തിന് ശരിയല്ല എന്നാണ് ആരാധക പക്ഷം. കാർത്തിക് ശർമ്മയ്ക്കും പ്രശാന്ത് വീറിനും പ്രതീക്ഷ നൽകുന്ന ഒരു ഷോട്ട് പോലും കളിക്കാൻ സാധിക്കുന്നില്ല. ഇവർക്ക് എന്തിനാണ് 14.5 കോടി രൂപയോളം കൊടുത്തതെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. നേരത്തെ MS ധോണി കളത്തിലുണ്ടെങ്കിൽ ആത്മവിശ്വാസമായിരുന്നു ചെന്നൈക്ക്. ആ വിടവ് പരിഹരിക്കാൻ സഞ്ജു എത്തിയെങ്കിലും കാര്യമായി സഞ്ജുവിനെ ഉപയോഗിക്കാൻ ടീമിന് ഇനിയും സാധിച്ചിട്ടില്ല.